Good morning, warm welcome all. I am Alia Teresa Judson from AIMFIL International. So today here we are conducting a webinar about various aviation diploma under control by rural development. The course is fully sponsored by central government. This webinar is handling by a senior manager, Mr. Gigi John. So let's invite Mr. Gigi John sir. So once again, warm welcome to everyone. ഗുഡ് മോർണിംഗ്. ഗവൺമെന്റിന്റെ ഏവിയേഷൻ ഇൻഡസ്ട്രിയെ കുറിച്ച് നിങ്ങൾക്കൊരു ബ്രീഫിംഗ് തരാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. നിങ്ങളെല്ലാം ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നവരും ഡിഗ്രി കഴിഞ്ഞ കുട്ടികളും ആയിരിക്കുമല്ലോ. ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പലർക്കും തെറ്റായ കുറെ ധാരണകളുണ്ട്. ഇത് ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കോഴ്സാണോ, ജോലി കിട്ടോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇവിടെ നിങ്ങളോട് തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു. ഈ ഗവൺമെന്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഉൾപ്പെടുന്ന അവർ പൈസ മടക്കാൻ എത്ര രൂപ നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. ഇപ്പൊ 1.5 ലക്ഷം രൂപ ഒരു സ്റ്റുഡന്റിന് വരുന്നുണ്ടെങ്കിൽ ആ 1.5 ലക്ഷം രൂപയും മടക്കാൻ ഇവർ തയ്യാറാണെങ്കിലോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലേ? സാമ്പത്തികം എന്നുള്ളത് ഒരു തടസ്സമേ അല്ല. കാരണം ഗവൺമെന്റ് പലതരത്തിൽ ഏതാണ്ട് 120ഓളം കോഴ്സുകൾ ഇന്ന് DDU-GKVയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നുണ്ട്. ഈ DDU-GKVയുടെ നേതൃത്വത്തിൽ 120ഓളം കോഴ്സുകൾ നടത്തപ്പെടുമ്പോൾ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇന്ത്യയിൽ ഗവൺമെന്റ് തലത്തിൽ ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് തലത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗങ്ങൾ ഇതിനെപ്പറ്റി ഒരു പരിശോധന നടത്തിയപ്പോൾ ഒത്തിരി പേര് ഏവിയേഷൻ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എല്ലാം തന്നെ അത്യാവശ്യം സാമ്പത്തികമുള്ളവര്, അത്യാവശ്യം കഴിവുള്ളവര്, സാമ്പത്തിക തടസ്സങ്ങളില്ലാത്തവർ, ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. കാരണം എല്ലാം സാധാരണ രീതിയിൽ പറഞ്ഞാൽ 1 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർക്കേ ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഗവൺമെന്റ് സ്പോൺസറിങ് കോഴ്സാക്കി ഇതിനെ മാറ്റിയത്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പൈസ പോലും, ഒരു സിംഗിൾ പൈ പോലും മടക്കാതെ നിങ്ങൾക്ക് പഠിച്ച ഒരു എയർപോർട്ടിൽ ജോലി നേടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ വേറെ എന്താ വേണ്ടത്? അതും 100% ഗവൺമെന്റ് തന്നെ ജോലി തരാൻ തയ്യാറാണെങ്കിലോ? നിങ്ങൾ അറിയേണ്ടത് ഇന്ന് ഏതാണ്ട് 5000ഓളം എയർലൈൻസുകൾ വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. ഇതിൽ തന്നെ 5000ഓളം എയർലൈൻസുകൾ വേൾഡ് വൈഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഏതാണ്ട് 400 ചില്ലാന എയർലൈൻസുകളാണ് ഇന്ത്യയിൽ സർവീസ് ഉള്ളത്. അതിൽ ഏതാണ്ട് 39ഓളം എയർലൈൻസുകളെ നമ്മുടെ ഇവിടെ കേരളത്തിലുള്ളൂ. ഇത് വേൾഡ് വൈഡ് കണക്കാണ് ഞാൻ പറയുന്നത്. 5000ഓളം എയർലൈൻസുകൾ ഉള്ളതിൽ 400 ചില്ലാന എയർലൈൻസുകൾ മാത്രമാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നത്. അതിൽ 39ഓളം എയർലൈൻസുകൾ മാത്രമാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ സർവീസ് നടത്തുന്നത്. അപ്പൊ ഇനി എത്രയോ ചാൻസുകൾ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. ഓരോ ദിവസവും കഴിയുന്നതോറും പുതിയ പുതിയ എയർലൈൻസുകളും പുതിയ എയർപോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളം എത്ര എയർപോർട്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ? 4 ഇന്റർനാഷണൽ എയർപോർട്ടുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. ഇനിയും ഒരു 3ഓളം എയർപോർട്ടുകളുടെ അന്തിമഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിനുള്ള കാര്യങ്ങളെല്ലാം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗുരുവായൂർ ഉൾപ്പെടെ, ആറന്മുള, ഇങ്ങനെ തുടങ്ങി ഒരു 3ഓളം എയർപോർട്ടുകൾ പുതുതായിട്ട് വരാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ എയർപോർട്ടുകൾ വരുമ്പോഴും നേരിട്ടും പരോക്ഷമായിട്ടും ഏതാണ്ട് ഒരു 10-500ഓളം സ്റ്റാഫിനെ വേണ്ട വരും. പിന്നെ തുടർന്ന് എയർലൈൻസുകൾ വരുമ്പോൾ അതിന് ഓരോരുത്തരും സ്റ്റാഫുകളെ വേണ്ടി വരും. അതിന് ഇത്രത്തോളം സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് വേക്കൻസികൾ ഒത്തിരി വേക്കൻസികൾ വരികയാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏവിയേഷൻ പഠിക്കാൻ തയ്യാറായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി 1.5 ലക്ഷം രൂപ സ്പോൺസർ ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറാണ്. DDU-GKY എന്ന് പറയുന്ന പദ്ധതിയിൽപ്പെടുത്തി പ്രത്യേകിച്ച് നിങ്ങൾ BPL കാർഡുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് 360ഓളം സീറ്റ് നിങ്ങളെ കാത്ത് നിൽക്കുകയാണ്.
നമ്മളിവിടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിന്റെ അകത്ത് നിങ്ങൾ അറിയേണ്ടത് 360ഓളം സീറ്റുകൾ കംപ്ലീറ്റ് അക്കോമഡേഷൻ, ഫുഡ്, ട്രാവലിംഗ്, പ്ലേസ്മെന്റ് എല്ലാം ഫ്രീ ആയിട്ട് ഗവൺമെന്റ് സ്പോൺസർ ചെയ്യാം. ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, ഇതിന്റെ എല്ലാ എമൗണ്ട് ഗവൺമെന്റ് ആണ് സ്പോൺസർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DDU-GKYയുടെ 120ഓളം കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 120ഓളം കോഴ്സുകൾ ഗവൺമെന്റ് പഠിപ്പിച്ച് ജോലിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ ഏവിയേഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പേര് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥ. ഈ ഒരു ഫീൽഡിലേക്ക് കടക്കുമ്പോൾ ഇത്രയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, ഇനി ജോലി കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ. ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് നോക്കണം? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് മടക്കേണ്ട ആവശ്യമുണ്ടോ? ഗവൺമെന്റ് സ്പോൺസേർഡ് ഫ്രീ ഏവിയേഷൻ കോഴ്സ് 3 കോഴ്സുകളാണ് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കോണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, സ്പോൺസർ ചെയ്യുന്നത്. ഒന്ന് എയർലൈൻ ക്യാബിൻ ക്രൂ, പിന്നെ എയർലൈൻ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ്, പിന്നുള്ളത് എയർലൈൻ റിസർവേഷൻ ഏജന്റ്. എയർലൈൻ ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് എയർ ഹോസ്റ്റസ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ ക്യാബിൻ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിലാണ് അതിന്റെ സ്റ്റാഫ് വരുന്നത്. ഈ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ വരുന്ന സ്റ്റാഫ് എന്ന് പറയുമ്പോൾ എയർ ഹോസ്റ്റസ്മാര്. അത് ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലും ഫ്ലൈറ്റുകളുണ്ട്. അതിൽ ഡൊമസ്റ്റിക്കിലാണെങ്കിൽ എയർ ഹോസ്റ്റസ്മാർ മിക്കവാറും പെൺകുട്ടികളായിരിക്കും. ഇന്റർനാഷണൽ ആകുമ്പോൾ പെൺകുട്ടികളും വരും, ആൺകുട്ടികളും വരും. പിന്നെ കൂടാതെ ക്യാപ്റ്റൻ, നാവിഗേറ്റർ, വൈസ് ക്യാപ്റ്റൻ, പിന്നെ കൂടാതെ ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയുള്ളവരെല്ലാമാണ് ഈ ക്യാബിൻ ക്രൂവിലായിട്ട്, അതായത് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ സ്റ്റാഫായിട്ട് വരുന്നത്. പിന്നെ ഉള്ളവരെല്ലാം പുറത്താണ്, അതായത് ഗ്രൗണ്ട് സ്റ്റാഫാണ്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് ഫസ്റ്റ് കോഴ്സ് എന്ന് പറഞ്ഞത് ADD 01 എന്ന് പറയുന്ന കോഴ്സ് ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന കോഴ്സാണ്. അത് പക്ക എയർ ഹോസ്റ്റസ് കോഴ്സാണ്. ഈ എയർ ഹോസ്റ്റസ് കോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് ഏതാണ്ട് 9 മന്ത്സോളം വരുന്ന കോഴ്സാണ്. ഏതാണ്ട് 1.5, അതായത് 1.5 ലക്ഷം രൂപയോളം ഇതിന് എക്സ്പെൻസ് വരുന്നതാണ്. ഈ 1.5 ലക്ഷം രൂപയോളം എക്സ്പെൻസ് വരുന്ന കംപ്ലീറ്റ് എക്സ്പെൻസും ഗവൺമെന്റ് ആണ് സ്പോൺസർ ചെയ്യുന്നത്. നിങ്ങൾ +2 പാസ്സായ ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ക്രിസ്ത്യൻ കുട്ടിയോ മുസ്ലിം കുട്ടിയോ അല്ലെങ്കിൽ SCയോ STയോ ഒക്കെ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, ഹിന്ദു കുട്ടികൾക്കും ചാൻസുകളുണ്ട്, കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ്, BPL കാർഡുകാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് ഫുൾ എമൗണ്ടും ഗവൺമെന്റ് സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 360ഓളം സീറ്റുകളാണ് നമുക്ക് ഒരു വർഷം അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 360 സീറ്റിൽ ഇപ്പൊ 70 സീറ്റാണ് നമ്മൾ ഈ ഫെബ്രുവരിയിൽ ക്ലാസ് തുടങ്ങുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് മാത്രം, പെൺകുട്ടികൾക്ക് ചാൻസുകൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഇതിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾ ഇതിനകത്തേക്ക് കടന്നു വന്നാൽ തീർച്ചയായും നിങ്ങളെ പിടിച്ച് ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യിച്ചു, നിങ്ങളെ എയർപോർട്ട് ട്രെയിനിങ് ചെയ്തു, നിങ്ങൾ ഒരു പ്ലേസ്മെന്റിലേക്ക് ഒരു എയർപോർട്ട് സ്റ്റാഫാക്കി മാറ്റുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ പഠിച്ചാൽ 100% നിങ്ങൾക്ക് ജോലിയിലെത്താനുള്ള ചാൻസും ഗവൺമെന്റ് തുറന്നു തരികയാണ്. നിങ്ങൾ കടന്നു വരേണ്ട ഒരു ഉത്തരവാദിത്വം മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു കോളേജിൽ പഠിക്കുന്നു, ഒരു ഡിഗ്രി പഠിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒരു PG പഠിക്കുന്നു. ഇതൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പൈസ ചെലവില്ലേ? ചെറിയ ഫീസായിരിക്കാം, വലിയ ഫീസായിരിക്കാം, പക്ഷെ ഫീസ് കൊടുക്കണമല്ലോ പഠിക്കണമെങ്കിൽ. ഇനി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കോളേജിലേക്ക് വരണം, കോളേജിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ കോളേജ് വണ്ടിയിലോ ഒക്കെ വരുന്നെങ്കിൽ അതിനൊക്കെ പൈസ കൊടുക്കണ്ടേ? ഇതിനൊന്നും വേണ്ടി പൈസ ചെലവാക്കണ്ട. കാരണം റെസിഡൻഷ്യൽ പ്രോഗ്രാമിംഗ് ആണ്. താമസവും ഭക്ഷണവും ഉൾപ്പെടെ കംപ്ലീറ്റ് തുകയും ഗവൺമെന്റ് ആണ് ഇതിനു വേണ്ടി മുടക്കുന്നത്. ഞാൻ പറയുന്നത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഒരു പൈസ പോലും, ഒരു സിംഗിൾ പൈ പോലും നിങ്ങൾ മടക്കാതെ നിങ്ങൾക്ക് പഠിച്ച്, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് വേണ്ടി ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നവരായിരിക്കാം. നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞാലോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ +2 കഴിഞ്ഞവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ പൈ പോലും മടക്കാതെ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുക, 100% ജോബിലേക്ക് എത്തിക്കുക. ഇതാണ് ഗവൺമെന്റിന്റെ പോളിസി. ഇതിനു വേണ്ടി പൈസ മുടക്കുന്നത്
സെൻട്രൽ ഗവൺമെന്റ് ആണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണിത്. പക്ഷേ ഈ പദ്ധതി കേരളത്തില് സ്പോൺസർ ചെയ്യുന്നത് കുടുംബശ്രീയാണ്. കുടുംബശ്രീയുടെ ഫണ്ടിലാണ് കേരള ഗവൺമെന്റ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുകയാണ്. നിങ്ങള് ക്യാബിൻ ക്രൂ ആകണം എന്ന ആഗ്രഹമുള്ളവര് ADD 01 എന്ന് പറയുന്ന ഫസ്റ്റ് കോഴ്സ്, നേരത്തെ കാണിച്ച ആദ്യത്തെ കോഴ്സ് ക്യാബിൻ ക്രൂ. ഇനി ക്യാബിൻ ക്രൂ ആകണ്ട, നിങ്ങൾക്ക് ഇത്തിരി ഹൈറ്റ് കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല, എനിക്ക് ക്യാബിൻ ക്രൂ ആകാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു സംശയം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് ആവാം. ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ടിക്കറ്റിംഗ് സെഷനിൽ പോവാം, അല്ലെങ്കിൽ ചെക്കിംഗ് സെഷനിൽ പോവാം, പാസഞ്ചർ ചെക്കിങ്ങിൽ പോവാം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അവസരങ്ങളുണ്ട്. ഏതാണ്ട് 10-80ഓളം കാറ്റഗറീസ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. ഇത് ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ADD 02 എന്ന് പറയുന്ന കോഴ്സ് ചെയ്താൽ മതി. ADD 02 എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട്, അതായത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയാണ്. ഞാൻ പറഞ്ഞു 5000ഓളം എയർലൈൻസുകൾ വേൾഡ് വൈഡ് ആയിട്ട് നടത്തുന്ന സർവീസ് എന്ന് പറയുന്നത് 5000ഓളം എയർലൈൻസുകളാണ്. 2017 കണക്കനുസരിച്ചിട്ട് വേൾഡ് വൈഡ് ആയിട്ടിരിക്കുന്ന കണക്കില് 5000 എയർലൈൻസുകളാണ് ഇന്ന് ലോകത്ത് സർവീസ് ചെയ്യുന്നത്. ഈ 5000 എയർലൈൻസുകളിൽ ഏതാണ്ട് 400 ശിലാന എയർലൈൻസുകളെ നമ്മുടെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളൂ, ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളൂ. ഇനി അപ്പൊ എത്രയോ എയർലൈൻസുകൾ കിടക്കുന്നു. അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഈ അവസരങ്ങളിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ജോലി വേണോ? തീർച്ചയായും നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ്, ഒരു PG കഴിഞ്ഞ് നിങ്ങളൊരു ജോലി അന്വേഷിച്ച് നടക്കണം. ഇവിടെ ജോലി അന്വേഷിച്ച് നടക്കേണ്ട, ഗവൺമെന്റ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരികയാണ്. ഇതാ ജോലി, നിങ്ങൾ കയറിക്കോളൂ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് നിങ്ങൾ ക്ഷണിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കുഴപ്പമാണ് ഒരു ഭയം എന്നുള്ളൊരു സംഭവം, ഫിയർ എന്ന് പറയുന്നൊരു പ്രശ്നം. അതായത് ഞാനത് പഠിക്കണോ, പഠിച്ചെനിക്ക് ജോലി കിട്ടുമോ? ഇത് ഇവര് ഇത്രയും പൈസയൊക്കെ ഫ്രീ ആണെന്ന് പറയുന്നുണ്ടല്ലോ. ഗവൺമെന്റ് എന്തിനു വേണ്ടിയാണ് ഇത്രയധികം പൈസ മുടക്കുന്നത്? ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഓരോരുത്തർക്കും വരാവുന്ന സംശയങ്ങളാണ്. കുട്ടികൾക്കാണെങ്കിലും പാരന്റ്സിനാണെങ്കിലും വരാവുന്ന സംശയങ്ങളാണ്. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടാനായിട്ട് ഇത്രയധികം ബുദ്ധിമുട്ട് എന്താണ്? അതായത് എനിക്കൊരു ജോലി കിട്ടുമോ? ഞാനിത് പഠിച്ചിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടുമോ? നിങ്ങൾ അറിയേണ്ടത്, ഓരോ കുട്ടിക്ക് വേണ്ടി ഇത്രയധികം പൈസ ഗവൺമെന്റ് മുടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ യൂത്തിനെ, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക, നിങ്ങളൊരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കാനായിട്ട് നിങ്ങൾ ആദ്യം മുൻകൈ എടുക്കണം. നിങ്ങൾ സ്വയം തീരുമാനിക്കണം നിങ്ങൾക്ക് എന്തായി തീരണം. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളൊരു ജോലി അന്വേഷിച്ച് നടക്കണോ, അതോ നിങ്ങൾ പഠിച്ച് നേരെ ഒരു ജോലിയിലേക്ക് കയറണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായോ? ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലായോ? ഇനി മൂന്നാമതൊരു കോഴ്സ് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റിംഗ് സെഷനാണ്. ടിക്കറ്റിംഗ് സെഷനും ഇതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിലൂടെ കടക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ശ്രമിക്കുന്നു? നിങ്ങൾ ഇതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. ഡയറക്റ്റ് ഇവിടെ എറണാകുളം MG റോഡിലുള്ള DGITO എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഡയറക്റ്റ് വന്ന് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സിംഗിൾ പൈ പോലും അടക്കേണ്ടതില്ല. ഇവിടെ വരെ വരിക, നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, നിങ്ങളുടെ SLC ബുക്കിന്റെ കോപ്പി, +2ന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി തുടങ്ങിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഫുൾ സൈസ് ഫോട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്ന് നിങ്ങൾ ഡോക്യുമെന്റേഷൻ ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കാം. ഈ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഗവൺമെന്റിന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഉണ്ടാവും. ആ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ അഡ്മിഷനിലേക്ക് പഠിക്കാം. ഈ അഡ്മിഷനിലേക്ക് പഠിക്കുമ്പോൾ റെസിഡൻഷ്യൽ പ്രോഗ്രാമിംഗ് ആണ്. റെസിഡൻഷ്യൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ താമസിച്ച് പഠിക്കണം. അത് നമുക്ക് താമസിച്ച് പഠിക്കണം. അത് നമുക്ക് പാലാരിവട്ടത്താണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്, മുകളിൽ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീട് അകലെയാണെങ്കിൽ നിങ്ങൾക്ക് മാസത്തിലൊരിക്കൽ വീട്ടിലേക്ക് പോയി വരാനുള്ള പൈസ പോലും ഗവൺമെന്റ് തരും. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം, നിങ്ങൾ കുടുംബശ്രീയില്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാരന്റ്സ്, അമ്മ,
നിങ്ങളുടെ അമ്മ കുടുംബശ്രീയില് മെമ്പറാണ് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ കുടുംബശ്രീയിലെ മെമ്പറും അതുപോലെ തന്നെ തൊഴിൽ ഉറപ്പ് പദ്ധതിയിലെ മെമ്പറും ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ ദിവസവും നിങ്ങൾക്ക് വീഴുന്ന അറ്റൻഡൻസോടൊപ്പം തന്നെ 290 രൂപ സ്റ്റൈഫൻഡ് ആയിട്ട് നിങ്ങളുടെ അമ്മയുടെ അക്കൗണ്ടിലേക്കും കിട്ടും. നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കുന്ന എത്ര ദിവസങ്ങൾ നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നോ അത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് 290 രൂപ വെച്ചിട്ട് പെർ ഡേ നിങ്ങളുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. അതായത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 26,000 രൂപയോളം നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ആയിട്ടും കിട്ടും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഗവൺമെന്റ് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് ആലോചിക്കുക. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ, നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ, നിങ്ങളൊരു ജോലിയിലേക്ക് എത്തിക്കാൻ ഗവൺമെന്റ്, പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് എത്രത്തോളം സാമ്പത്തിക നടത്തുന്നുണ്ട്, എത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്, നിങ്ങൾ തീർച്ചയായും മടിഞ്ഞു നിൽക്കരുത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇത് തുറന്നു കിടക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ്. ലോകത്തിന്റെ എവിടെയും നിങ്ങൾക്ക് ജോലി കയറാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഇതിൽ കൂടുതൽ എന്ത് ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്? പഠിക്കാൻ വരിക, പഠിക്കാൻ വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ്. നിങ്ങൾ ഏറ്റവും ആദ്യം ഞങ്ങളുടെ MG റോഡിലുള്ള ഞങ്ങളുടെ ഓഫീസ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഓഫീസ് ഒന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വിലയിരുത്താം. കാരണം നിങ്ങൾ അറിയേണ്ടത് ഏതാണ്ട് DGITO എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്ലോബൽ ഇന്റലിജൻസ് ട്രാൻസ്ഫറിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കമ്പനി ഏതാണ്ട് 20ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ഏവിയേഷൻ ഫീൽഡിലേക്ക് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് പിള്ളേര് പഠിച്ചിറങ്ങി. അവർക്കെല്ലാം തന്നെ മിക്കവാറും ഒരു 98% കുട്ടികളും പ്ലേസ്ഡായി. ഇന്ന് ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിന്റെ ഏത് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ കുട്ടികളെ കാണാത്ത ഒരു എയർപോർട്ടുകളും ഇല്ല. കാരണം എല്ലാ എയർപോർട്ടുകളും നമ്മുടെ കുട്ടികൾ വർക്ക് ചെയ്യണം. ഇതുപോലെ നാളെ നിങ്ങൾക്കും വർക്ക് ചെയ്യണ്ടേ? ഏതാണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 65,000 സംതിങ് ആൾക്കാരാണ് എയർലൈനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജോബിൽ നിൽക്കുന്നത്. അതിലൊരു സംഖ്യ കൂട്ടേണ്ടത് നിങ്ങൾക്കും കൂടി വേണ്ടേ? നിങ്ങൾ ഇന്ന് അറിയേണ്ടത്, ഇന്ന് നിങ്ങളെ പറ്റി അന്വേഷിക്കുമ്പോൾ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അന്വേഷിച്ചൊരു ആള് വരുമ്പോ ആള് പറയുന്നത് എന്താണ്? ഇന്ന ആളുടെ മോള്, മിസ്റ്റർ മാധവന്റെ മോളല്ലേ, മാധവന്റെ മോൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. നാളെ ഇത് മാറും. നാളെ ഇത് മാറിയിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മോളുടെ പേര് മിനി ആണെങ്കിൽ ആ മിനി എന്ന് പറയുന്ന കുട്ടി താമസിക്കുന്നതിന്റെ അടുത്ത് എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞമാരെ നല്ലൊരു ശമ്പളം മേടിക്കുന്ന, നല്ലൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോബില്, ഒരു എയർപോർട്ട് ജോബ് എന്ന് പറയുമ്പോൾ തന്നെയുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളിപ്പോ പല സ്ഥലങ്ങളിൽ, ഇപ്പൊ എറണാകുളം ജില്ലയിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലകളിലായിരിക്കാം, നിങ്ങൾ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കാം. ഈ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അറിയേണ്ടത്, ഒരു ഏവിയേഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു +2 പഠിച്ച ഒരു വിദ്യാർത്ഥിനി, ഒരു 9 മാസ കോഴ്സ് അല്ലെങ്കിൽ ഒരു 6 മാസ കോഴ്സ്, ഒരു ഏവിയേഷൻ കോഴ്സ്, ഒരു ക്യാബിൻ ക്രൂ കോഴ്സ് ചെയ്ത് ജർമ്മനിയുടെ ലുഫ്താൻസ എന്നൊരു എയർലൈൻസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ലുഫ്താൻസ എന്ന് പറയുന്ന എയർലൈൻസിന് ഒരു 10-17 സ്റ്റെപ്പ് ഇന്റർവ്യൂസ് ഉണ്ട്. ഈ ഇന്റർവ്യൂസ് എല്ലാം പാസ്സായി നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ 2 lakhs and above ആണ് സ്റ്റാർട്ടിംഗ് സാലറി. ഒന്ന് മനസ്സിലാക്കാം, ഒരു +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചോളം 2 ലക്ഷത്തിന് മേൽ സാലറി മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. എനിക്ക് എന്താണ് എന്റെ കണ്ടീഷൻ? എനിക്ക് എന്തായി തീരാൻ സാധിക്കും? എനിക്കൊരു 2 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ഒരു പോസ്റ്റിലേക്ക് എനിക്ക് എത്താൻ എത്ര നാൾ ഞാൻ കാത്തിരിക്കണം? അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒന്ന് തീരുമാനിക്കുക. എനിക്ക് കൂടുതലായി ഒന്നും പറയാനില്ല. നിങ്ങളോട് പറയാനുള്ള എനിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒന്ന് വിലയിരുത്താം. ഞാൻ ഇന്നിപ്പോ ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. എനിക്കൊരു 18 വയസ്സോ 19 വയസ്സോ 20 വയസ്സോ ആയിട്ടുണ്ടാവും. ഈ 20 വയസ്സിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സ്വയം ചിന്തിച്ചിട്ടുണ്ടോ?
ഞാൻ ആരാണ്? ഹു ആം ഐ? ഞാൻ ആരാണ്? എനിക്ക് എന്താണ് എനിക്കുള്ള കഴിവ്? ഈ കഴിവുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ നെഗറ്റീവ്സ് കൂടുതലും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അത്രത്തോളം ആയിത്തീരാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങൾ ഇതുപോലുള്ള ഫീൽഡുകൾ തിരഞ്ഞെടുക്കാം. 100% നിങ്ങൾ എത്തിയിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം വർഷങ്ങളുടെ എക്സ്പീരിയൻസ്, നമുക്ക് ഇത്രയും വർഷങ്ങൾ, ഈ 10-25 വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഓരോരുത്തരും ഇതിലേക്ക് മുന്നിട്ട് വന്നാൽ തീർച്ചയായും നിങ്ങൾ ഒരു വലിയ സാലറി മേടിക്കുന്ന നല്ലൊരു പോസ്റ്റിലേക്ക് ഉറപ്പായിട്ടും എത്തിയിരിക്കും. നമ്മളെല്ലാം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരു ജോലി കിട്ടണം, അല്ലേ? സ്കൂളിൽ പഠിക്കാൻ വിട്ടു, ചെറുപ്പത്തിലെ 5 വയസ്സിലോ 6 വയസ്സിലോ നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ വിട്ടു. അന്ന് നിങ്ങളുടെ വിചാരം എന്താണ്? ഒന്ന് ഹൈസ്കൂളിലേക്ക് ആകണം, അല്ലെങ്കിൽ പ്രൈമറിയിലേക്ക് ആകണം. ആ പ്രൈമറി കഴിഞ്ഞ് ഹൈസ്കൂൾ കഴിഞ്ഞ് +2 കഴിഞ്ഞു, ഇന്നിപ്പോ ഒരു ഡിഗ്രി കഴിഞ്ഞു. ഇനി ഒരു ഡിഗ്രി കഴിയുമ്പോൾ നിങ്ങളുടെ പലരുടെയും ചിന്ത ഒന്നില്ലെങ്കിൽ ഒരു ജോലിയിലേക്കാവണം, അല്ലെങ്കിൽ ഒരു PGയിലേക്ക് പോകണം. ഇതിന്റെ ഇടയ്ക്ക് ചിലവരൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നുണ്ടാവും, പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുമ്പോഴും നിങ്ങളൊന്ന് സ്വപ്നം ഒന്ന് വിലയിരുത്തണം. ഞാൻ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ, ഇപ്പൊ 4 വർഷം ഞാൻ മുടക്കി ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് എടുത്തു, ഈ 4 വർഷം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് എത്ര സാലറിയിൽ എനിക്ക് എത്താൻ പറ്റും? കാരണം ഒത്തിരി പേര്, ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ, ഞാനൊക്കെ ഈ പ്രകാരം +2 ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ കുട്ടികൾ ഒന്നില്ലെങ്കിൽ എഞ്ചിനീയറിംഗിലേക്കോ അല്ലെങ്കിൽ മെഡിസിനിലേക്കോ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. അന്നൊക്കെ ഏവിയേഷൻ ഫീൽഡിലേക്കൊക്കെ പോകുന്നവർ വളരെ റയറാണ്. പക്ഷെ പോയവരല്ല 100% ജോബിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. നിങ്ങൾ എങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ മതി. ഏതിലേക്കാണോ നിങ്ങൾക്ക് വേണ്ടത് അതിലേക്ക് കടക്കാം. പക്ഷെ അതിലേക്ക് കടക്കുമ്പോ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം. എന്ത് ചിന്തിക്കണം? ഞാനിത് പഠിച്ച എനിക്ക് ജോലി കിട്ടുമോ? എനിക്ക് എത്താൻ പറ്റുമോ? എനിക്ക് തീർച്ചയായും എനിക്കിത് പഠിക്കാൻ വേണ്ടി പൈസ മുടക്കണ്ട. ഗവൺമെന്റ് തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. പിന്നെ നിങ്ങൾ എന്ത് മടിച്ചു നിൽക്കണം? നിങ്ങളെ പഠിപ്പിച്ച ഒരു ജോലിയിൽ എത്തിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഇന്ന് വളർന്നു വരുന്ന യുവജനങ്ങൾ, ഇവര് വളർന്ന് ഒരു നല്ലൊരു ജോബിലേക്ക്, കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കുടുംബം അവിടെ മുന്നേറുകയാണ്. ഈ കുടുംബം മുന്നേറുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവിടെ സമൂഹം ഉയരുകയാണ്. ചുരുക്കം പറഞ്ഞാൽ അത് ഇന്ത്യ എന്നൊരു രാജ്യത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് ഗവൺമെന്റ് ഇത്രയധികം പൈസ മുടക്കുന്നത്. ഗവൺമെന്റ് ഇങ്ങനെ പൈസ മുടക്കി നിങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ച് നിങ്ങളെ ജോലിയിലേക്ക് എത്തിച്ചാൽ ആ യുവജനത ഉയർന്നു വരികയാണ്. നിങ്ങൾ സിനിമയൊക്കെ കാണുന്ന ആൾക്കാരല്ലേ? ഒത്തിരി സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഉയരെ പോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിലൊക്കെ ഒരുപാട് സീനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളൊക്കെ ആകർഷിച്ചിട്ടുണ്ടാവും. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ അതുപോലെ ആയിക്കൂടാ? പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പൊ ഈ 2020 മുമ്പ് 2019 വരെയുള്ള കാലഘട്ടം, 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞത് ഒരു 1 ലക്ഷം രൂപയെങ്കിലും മടക്കാതെ ഒരാൾക്കൊരു ഏവിയേഷൻ ഫീൽഡിലേക്കുള്ള ജോബിലേക്ക് സ്വപ്നം കാണാൻ സാധിക്കില്ലായിരുന്നു. ഇന്ന് ഞാൻ പറയുന്നു, ഒരു പൈസ പോലും, ഒരു സിംഗിൾ പൈ പോലും മടക്കാതെ നിങ്ങൾക്ക് ഈ ഫീൽഡ് സ്വപ്നം കാണാം. നിങ്ങൾക്ക് വേണ്ടത് പഠിക്കാനുള്ള ഒരു മനസ്സ്. എനിക്കത് നേടാൻ കഴിയും, യെസ് ഐ ക്യാൻ ഡു, എനിക്ക് നേടാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ളൊരു മാർഗമാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഈ കടന്നു വന്നാൽ നിങ്ങളുടെ ലൈഫ് സെക്യൂറാണ്. പഠിച്ചു കഴിഞ്ഞാൽ 100% ജോലി കിട്ടും എന്ന് ഉറപ്പുള്ള ഏത് കോഴ്സാണ് നിലവിലുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു BEd എടുത്തു, അല്ലെങ്കിൽ ഒരു PG എടുത്തു, ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ? കിട്ടുമായിരിക്കാം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് 100% നിങ്ങൾക്ക് ജോലി ഇതാ, എന്നാ ജോലി റെഡി എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഞാൻ പറയുന്നു, ഞാനല്ല, ഗവൺമെന്റ് പറയുന്നു, നിങ്ങൾ പഠിച്ചാൽ നിങ്ങളെ ജോലിയിൽ എത്തിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. 100% ജോലിയിലേക്ക് എത്തിക്കുക, അതും എയർപോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതും ഒരു സിംഗിൾ പൈ മടക്കാതെ. അതിന്റെ മുന്നിൽ നിങ്ങൾക്ക് യെസ് ഓർ നോ എന്നുള്ളൊരു ആൻസറേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി വേണം, നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാം, ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് തരുന്നത്. ഞാൻ ഒന്നിരിക്കൽ കൂടി പറയുകയാണ്, ഗവൺമെന്റ് തലത്തിൽ നമ്മളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ 3 കോഴ്സുകളാണ് ഗവൺമെന്റ് തലത്തിലുള്ളത്. ഒന്ന് ADD 01 എന്ന് പറയുന്ന കോഴ്സ്, ക്യാബിൻ ക്രൂ.
ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യം ഹൈറ്റും വെയിറ്റും അത്യാവശ്യം കാണാനുള്ള ഇതെല്ലാം ഉണ്ടായിരിക്കണം, അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻസ് ഇതൊക്കെ ഉണ്ടായിരിക്കണം. എങ്കിലേ ഈ പറയുന്ന നമുക്ക് ഉദ്ദേശിക്കുന്ന ജോബിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് ഓൾറെഡി ട്രെയിനിങ്ങിൽ ഇതെല്ലാം ആയിത്തീരും. കാരണം നിങ്ങൾക്ക് ഒരു 8-9 മാസം നിങ്ങൾക്ക് ട്രെയിനിങ് തരുമോ, അതിനുശേഷം നിങ്ങളെ ഫീൽഡിലേക്ക് വിടുന്നു, നിങ്ങൾക്ക് എയർപോർട്ടിലേക്ക് നിങ്ങൾ ജോബിലേക്ക് എത്തുന്നു, ഈ ട്രെയിനിങ് കിട്ടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങൾ ഓൾറെഡി ഒരു ജോബ് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ജോബിലേക്ക് കയറുക എന്നുള്ളൊരു മാർഗമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. അതിലൊരു ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ എയർ ഇന്ത്യയിലാണെങ്കിൽ പോലും 30 രൂപ 40 രൂപ സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന ഒരു ജോബാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലുഫ്താൻസ പോലുള്ളതൊക്കെ ആണെങ്കിൽ 2 lakhs ആൻഡ് അബവ് ആണ്. ഖത്തർ എയർവേസ് ഒക്കെ ആണെങ്കിൽ 1.5 ലക്ഷത്തിന് മുകളിലാണ്. ഇതുപോലെയുള്ള ഒരുപാട് എയർലൈൻസുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 5000-ഓളം എയർലൈൻസുകളുണ്ട്. ഈ എയർലൈൻസുകളിലൊക്കെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് സാലറി ബേസ്, ഏറ്റവും കൂടിയ സാലറി, ഏറ്റവും കുറഞ്ഞ സാലറി, ഇങ്ങനെ പല സാലറി ഘട്ടങ്ങളുണ്ട്. ഇതിൽ ഏത് സാലറിയിലേക്ക് നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്കൊരു ജോബിലേക്ക് കടന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ മാരെ 50 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം 15 കൊല്ലം വർക്ക് ചെയ്യണമെന്നില്ല. ഇപ്പൊ ഒരു PSC എഴുതി 55 വയസ്സ് വരെ ഏറ്റവും കുറഞ്ഞത് വർക്ക് ചെയ്യണ്ടേ? ഇപ്പൊ 55 കൊല്ലം ഗവൺമെന്റ് വീണ്ടും കൂട്ടാൻ പോകുന്നു. അപ്പൊ ഇത്രയും വർഷങ്ങൾ വർക്ക് ചെയ്യുന്നു. ഈ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഒരു എയർപോർട്ട് ജോബും ഇതുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം ഒരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, നിങ്ങളൊരു KSEB ക്ലർക്കായി കയറുന്നു, അല്ലെങ്കിൽ വേറൊരു ഇതിൽ ജോലിയിൽ കയറുന്നു. ഇവിടെ ഇരുന്ന് നിങ്ങൾ കാലത്ത് വരുന്നു, വർക്ക് ചെയ്യുന്നു, വൈകുന്നേരം തിരിച്ചു പോകുന്നു, കാലത്ത് വരുന്നു, വൈകുന്നേരം വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരേ റൂട്ടീൻ പ്രോഗ്രാം. ഇത് കുറച്ച് കഴിയുമ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ളവർക്ക് കുറച്ച് കഴിയുമ്പോൾ ചിരിച്ച് ഇതായി തുടങ്ങും. ഒരേ കണ്ടീഷനിൽ ഒരേ ജോബിൽ തന്നെ നിൽക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് കുറച്ച് ഇറിറ്റേഷൻസ് തോന്നു തുടങ്ങും. പക്ഷെ ഒരു എയർപോർട്ടിലെ ജോലി, ഒരു ക്യാബിൻ ക്രൂ ആയിട്ട് നിങ്ങൾ കയറി, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട് നിങ്ങൾ കയറി, ഒരു ക്യാബിൻ ക്രൂ ആയിട്ട് നിങ്ങൾ കയറിയാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ന് നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നായിരിക്കാം, പക്ഷേ വൈകുന്നേരം കഴിക്കുന്നത് ചിലപ്പോൾ ദുബായിൽ നിന്നായിരിക്കാം. 4.5 മണിക്കൂറുള്ളൂ. 4-4.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ദുബായിലെത്തും. അവിടെ നിന്ന് ചിലപ്പോൾ സിംഗപ്പൂർ ആയിരിക്കും പോകുന്നത്. ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ട് സിംഗപ്പൂർ എയർപോർട്ടാണ്. ഈ സിംഗപ്പൂർ എയർപോർട്ടിലായിരിക്കും ചിലപ്പോൾ വൈകുന്നേരം രാത്രി കഴിക്കുന്നത്. ഇങ്ങനെ ചുരുക്കം പറഞ്ഞ ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. പുതിയ ആൾക്കാരെ കാണുന്നു, പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു, പുതിയ ക്യാപ്റ്റന്മാരെ കാണുന്നു, പുതിയ ഫ്ലൈറ്റുകൾ കാണുന്നു, പുതിയ സ്ഥലങ്ങൾ കാണുന്നു, ഷോപ്പിംഗ് ചെയ്യാം. ഇങ്ങനെ തുടങ്ങി എത്രയെത്ര അവസരങ്ങളാണ്. ശരിക്കൊരു ഗ്ലാമറസ് ഫീൽഡ്. ഇതിനോട് അത്യാവശ്യമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു ഫിലിം ഫീൽഡാണ്. ഫിലിം ഫീൽഡ് ഇത് തന്നെയാണ്. അവസരങ്ങളുള്ളവർക്ക്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവർക്ക്, കൂടുതൽ അംബിഷൻസ് ഉള്ളവർക്ക് പറ്റുന്ന ഒരു ഫീൽഡാണ് ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ. അതേ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു ഏവിയേഷൻ ഫീൽഡ്. ഒരു ഏവിയേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉയരണം എന്ന ആഗ്രഹമുള്ളവര്, എനിക്ക് വലിയൊരു പൊസിഷനിൽ എത്തണം, ഞാൻ ഈ ഒരു ചെറിയ പൊസിഷൻ കിടക്കേണ്ടതല്ല. ഇപ്പൊ എന്റെ പാരന്റ്സ് ഒരുപക്ഷെ സാധാരണ ആൾക്കാരായിരിക്കാം, ഒരു സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയായിരിക്കാം. പക്ഷെ ഇന്ന് ഈ അവസ്ഥ മാറണം, എനിക്ക് ഉയരണം, എനിക്ക് വലിയൊരു ഹയർ ലെവലിലേക്ക് എത്തണം, എനിക്ക് പറക്കണം എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് കടക്കാം. അത് നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, ഒരു സിംഗിൾ പൈ പോലും നിങ്ങൾ മടക്കണ്ട, നിങ്ങൾ 5 പൈസ കൈ നിറക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രം മനസ്സിലുണ്ടായാൽ മതി. ഇത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാൻ പാടില്ല? നിങ്ങൾ തീർച്ചയായും തെരഞ്ഞെടുത്തോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത് കണ്ടക്ട് ചെയ്തു തന്ന സെന്റ് തെരേസസിലെ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യുകയോ, അല്ലെങ്കിൽ DGITOയുടെ ഓഫീസ് ഇവിടെ MG റോഡിലാണ്. MG റോഡ് പില്ലർ നമ്പർ 667. ആ പില്ലർ നമ്പർ 667 വന്ന് നമ്മുടെ ഓഫീസിൽ ഡയറക്റ്റ് വരാം. ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് ക്ലാസ് എടുക്കുന്നത് തന്നെ ഒരു എയർലൈൻ സെറ്റപ്പിലുള്ള ഒരു റൂമിലാണ്. അതായത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും, ഈ തൂണുകൾ കാണുന്നുണ്ടാവും, മീൻസ് ഒരു ഇത് സ്റ്റാൻഡ് വരെ കാണുന്നില്ലേ, ഈ ഹൈറ്റ് ആണ് നമുക്ക് സാധാരണ ഒരു എയർലൈനിന്റെ ഉൾവശം കാണുന്നത്. ഈ രീതിയിലാണ് സീറ്റുകൾ ഉണ്ടാവും, ദെൻ ഇതേപോലെയുള്ള സാധനങ്ങൾ വെക്കാനുള്ള ഇതുണ്ടാവും. അപ്പൊ ഈ ഹൈറ്റ് എങ്കിലും നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഈ ഹൈറ്റിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാനും പിടിക്കാനൊക്കെ ഉള്ള ഒരു അവസരങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ഹൈറ്റ് എങ്കിലും ഉള്ളവർക്ക് ക്യാബിൻ ക്രൂ എന്നുള്ളൊരു കോഴ്സ് സെലക്ട് ചെയ്യാം. ഇനി ഇത്രയും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് ആവാം. ഗ്രൗണ്ട് സ്റ്റാഫ് ആയാലും അത്യാവശ്യം നല്ല സാലറി മേടിക്കാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് 2012 കാലഘട്ടത്തില് നമ്മുടെ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയോടെ പഠിക്കാൻ വന്നു. ആ കുട്ടിയോടെ പഠിച്ചു.
പക്ഷെ അവന് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരുന്നു, ഫീസ് അടക്കാൻ നിവൃത്തിയില്ല. അന്ന് ഫീസ് അടച്ചുള്ള കോഴ്സാണ്, ഗവൺമെന്റ് കോഴ്സ് അല്ല. പക്ഷെ ആ ഒരു ഫീസ് അടച്ച് നമ്മളൊക്കെ സഹായിച്ചിട്ടൊക്കെയാണ് ഫീസൊക്കെ അടച്ച് പഠിച്ച് അവൻ എയർ ഇന്ത്യയിൽ അടുത്ത വർഷം തന്നെ എയർ ഇന്ത്യയിൽ സ്റ്റാഫായിട്ട് കോഴിക്കോട് കയറി. അവിടെ നിന്ന് ആള് മിടുക്കനായിരുന്നു, അതുകൊണ്ട് ആൾ അവിടെ നിന്ന് ചാടി ഖത്തർ എയർവേസിൽ കയറി. ഇന്ന് നിങ്ങൾ അറിയേണ്ടത് 2.5 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ഒരു പോസ്റ്റിൽ, അതായത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇന്ന് മാരേജ് ഒക്കെ കഴിഞ്ഞു കേട്ടോ, കോട്ടയത്ത് സ്റ്റേ ആണ്, കോട്ടയത്ത് താമസിക്കുകയാണ്. അപ്പോ 2.5 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ബ്രിട്ടീഷ് എയർവേസിന്റെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ. യാതൊരു ചുറ്റുപാടും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി ആൺകുട്ടിയാണ്. ആ കുട്ടിക്ക് ഇന്ന് 2.5 ലക്ഷം രൂപ മേടിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റിൽ എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ എവിടെ വരെ എത്താമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ പാരന്റ്സ് ഇല്ലേ? നിങ്ങൾക്ക് ഒരു പൈസ പോലും ചെലവില്ലല്ലോ, നിങ്ങൾക്ക് പൈസ വേണ്ട. ഗവൺമെന്റ് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണ്. ഗവൺമെന്റ് കംപ്ലീറ്റ് 100% നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് പഠിച്ച് ലക്ഷങ്ങൾ സാലറി മേടിക്കുന്ന ഒരു പോസ്റ്റിൽ എത്തിക്കൂടെ? ഇനിയിപ്പോ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അടുത്ത മെയിൽ പഠിക്കാലോ, മെയ് വരുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാമല്ലോ. തീർച്ചയായും നിങ്ങൾ ടീച്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾ ഒരു പൈസ പോലും മുടക്കാതെ, വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ 5 പൈസ ഇതിനകത്ത് ചെലവില്ലാതെ ഗവൺമെന്റ് സ്പോൺസറിങ്ങിൽ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ നല്ലൊരു നിലയിലേക്ക് എത്താനുള്ളൊരു അവസരമാണ് ദൈവം നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. ഈ അവസരങ്ങൾ നിങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ വെറുതെ മിസ്യൂസ് ചെയ്ത് കളയരുത്. നിങ്ങൾ വിചാരിക്കും ഇത് എന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല, എനിക്കിത് നടക്കില്ല എന്ന് നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കാം. എനിക്ക് ഏവിയേഷൻ പഠിച്ചിട്ട് എവിടെ ജോലി കിട്ടാനാ? എനിക്ക് അതിനുള്ള സൗന്ദര്യം ഉണ്ടോ? എനിക്ക് അതിനുള്ള എഡ്യൂക്കേഷൻ ഉണ്ടോ? എനിക്ക് അതിനുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1950 നവംബർ 26-ാം തീയതി 1950 ഡിസംബർ 24-ാം തീയതി മഹാരാഷ്ട്രയില് ഒരു പയ്യൻ ജനിച്ചു വീണു. അത് ചേരിയിലാണ് ജനിച്ചു വീണത്. ആ പയ്യൻ ശിവാജി റാവു ഗെയ്ക്വാദ് എന്നു പേരുള്ള ഒരു പയ്യനായിരുന്നു. ഞാൻ എന്തിനാണ് ഇത് നിങ്ങളെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങളെ പറ്റി പറയാനാണ്. ശിവാജി റാവു ഗെയ്ക്വാദ് എന്നൊരു പയ്യൻ 1950 ഡിസംബർ 24-ാം തീയതി ചേരിയില് രാവിലെ 10 മണിക്ക് ജനിച്ചു വീണു. അവൻ സാധാരണ ചേരി കുട്ടിയായി വളർന്നു. ചേരിയിലുള്ള കുട്ടികളുടെ കൂടെയൊക്കെ നടക്കുന്നു, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, കീറിയ ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്നു, ചെറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു അധ്യാപകൻ അവിടെ ചെന്നു. ഓരോരുത്തരോടും കുട്ടികളോടൊക്കെ പഠിക്കാൻ പറഞ്ഞു. പഠിക്കാനായിട്ട് നിങ്ങൾ എന്തായി തീരാനാണ് ആഗ്രഹം, ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞൊരു ആൻസർ ഉണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു എനിക്ക് ഡ്രൈവർ ആവണം, എനിക്ക് തൂപ്പുകാരനാവണം. ഇങ്ങനെ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ. കാരണം ചേരി പിള്ളേരാണല്ലോ, സാമ്പത്തികമൊന്നുമില്ലല്ലോ. അപ്പൊ അവരിങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയാണ്. അപ്പൊ ഇവനോട് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞൊരു ആൻസർ ഉണ്ട്, എനിക്കൊരു സിനിമാ നടനാവണം. കേട്ടവരൊക്കെ പൊട്ടിച്ചിരിച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലാത്ത ഒരു കറുത്ത് മെലിഞ്ഞൊരു പയ്യൻ, അതും ചേരിയിൽ ജനിച്ചൊരു പയ്യൻ, അവനൊരു സിനിമാ നടനാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഗ്രഹമല്ലേ? എങ്ങനെ ഇതാവും? അങ്ങനെ സമയങ്ങൾ കടന്നുപോയി. ഇവൻ കർണാടകയില് ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റില് താൽക്കാലിക വേതനത്തിൽ ജോലി കയറി. താൽക്കാലിക വേതനത്തിൽ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആ ജോലി രാജിവെച്ച്. അപ്പൊ എന്താണ് നീ എന്ത് ജോലി രാജിവെച്ചത്? നിനക്കത് അത്യാവശ്യം കാര്യങ്ങൾ നടക്കാനുള്ള പൈസ കിട്ടുണ്ടായില്ലേ, പിന്നെ എന്തിനത് രാജിവെച്ച്? ബാപ്പയമ്മയൊക്കെ ചോദിച്ചതാ. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് സിനിമാ നടൻ പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി, ഞാൻ അതിനുവേണ്ടി പോയിരുന്നു. എവിടെയാണ്? ചെന്നൈയിൽ ഫിലിം സിറ്റിയിൽ എനിക്ക് പഠിക്കാനുള്ള അന്ന് അവിടെ ഒരു സ്ഥാപനമുണ്ട്. അപ്പൊ അവിടെ എനിക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി, ഞാനവിടെ പഠിക്കാൻ പോയെന്ന് പറഞ്ഞു. പഠിക്കാൻ പോയെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഭയങ്കര നിരുത്സാഹപ്പെടുത്തി. എല്ലാവരും പറഞ്ഞു അവന് ഭ്രാന്താണ്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഇത്രയും നല്ലൊരു ജോലി കിട്ടിയിട്ട് അത് കളഞ്ഞിട്ട് അവൻ പഠിക്കാൻ പോകുമോ എന്നൊക്കെ ചോദിച്ചു. എന്തിനു പറയുന്നു, അവൻ തട്ടിക്കൂട്ടി ആൾക്കാരെ എന്തൊക്കെ കടമെടുത്തും അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ അവൻ പഠിക്കാൻ പോയി. പഠിപ്പൊക്കെ കഴിഞ്ഞ് 1975 പഠിപ്പൊക്കെ കഴിഞ്ഞ് ആള് പുറത്തിറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവനൊരു സിനിമ കിട്ടി. കാരണം അവിടെ നിന്ന് നല്ല ഹൈ മാർക്കോടുകൂടി ഗോൾഡ് മെഡലോടുകൂടിയൊക്കെയാണ് പാസ്സായി പോകുന്നത്. അന്നും കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തൊരു പയ്യനാണ്.
പക്ഷേ അവൻ അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ 1976 അപൂർവ രാഗങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇവനൊരു അവസരം കിട്ടി. അപൂർവ രാഗങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ ഇവനൊരു അവസരം കിട്ടി. അവിടെ നിന്ന് പിന്നെ അവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഈ പറഞ്ഞൊരു സിനിമാറിനെ പറ്റി നിങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ. ഗെയ്ക്വാദ് എന്നൊക്കെ പറഞ്ഞൊരു സിനിമാറിനെ പറ്റി ആരും കേട്ടിട്ടില്ല. ഇന്ത്യയിൽ നല്ല ലോകത്ത് അങ്ങനെ ഒരു നാട്ടിനെ കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം, അദ്ദേഹത്തിന്റെ പടങ്ങൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്തിനു പറയുന്നു, നമ്മുടെ ഫ്രാൻസിൽ ഫ്രഞ്ച് സംസ്കാരത്തിൽ ആദ്യമായിട്ട് ഒരു ഫാൻസ് അസോസിയേഷൻ വന്നത് ഈ നടന്റെ പേരിലാണ്. ജർമ്മനിയിൽ ഒരു ഫെഡറേഷൻ വന്ന, ഒരു അസോസിയേഷൻ വന്ന ഈ നടന്റെ പേരിലാണ്. ലോകത്തിന്റെ മുന്നില് തമിഴ് എന്ന് പറയുന്ന ഇതിന് സിനിമാ വ്യവസായത്തിന് ഒരു പേരുണ്ടാക്കി കൊടുത്തത് ഈ നടന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ പേരാണ് രജനീകാന്ത്. ഇപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. രജനീകാന്ത് എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ, അന്നവൻ ചേരിയിൽ ജനിച്ചപ്പോൾ അവൻ അത് ആ ഒരു ഇതായിട്ടാണ് ഇറങ്ങി പോയിരുന്നെങ്കിൽ അങ്ങനെ പോയാനെ. പക്ഷെ അവന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു സിനിമാ നടനാകണം, ഞാൻ ഒരു നാൾ വലിയൊരു മനുഷ്യനാകും എന്ന് ചിന്തിച്ചത് കൊണ്ട് ഇന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ലോകത്തിന്റെ മുന്നിൽ ഒരു വലിയ പ്രകാശമായി അവൻ നിൽക്കുകയാണ്. ഇതേപോലെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ ഓരോരുത്തരും ഇതേപോലെ ആയിത്തീരണം. എനിക്ക് തടസ്സങ്ങളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാവാം, ഇനി മുസ്ലിം കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതായിട്ട് മതപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ഇതിനെല്ലാം അതിജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായും നമുക്ക് ഉയർന്നു വരാം. ഞാനിത് ഏതാണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി, ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മൈക്രോസോഫ്റ്റിന്റെ MD ആരാണ്? ബിൽ ഗേറ്റ്സ്. ഇദ്ദേഹം ഇന്ത്യയിൽ വന്നു, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ ഇദ്ദേഹം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടി ഒരു സെമിനാർ എടുത്തു. എടുത്ത സമയത്ത് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിലൊരു 2 വാക്കുകൾ പറഞ്ഞിട്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത്, നിങ്ങളൊരു ദരിദ്രനായിട്ടാണ് ജനിച്ചതെങ്കിൽ, അദ്ദേഹം ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ഞാൻ മലയാളത്തിലാക്കി പറയുന്നു, നിങ്ങളൊരു ദരിദ്രനായിട്ടാണ് ജനിച്ചതെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങളൊരു ദരിദ്ര കുടുംബത്തിലെ, ഒരു പാവപ്പെട്ട കുടുംബത്തിലെ, സാമ്പത്തികമില്ലാത്തൊരു കുടുംബത്തിലെ നിങ്ങൾ ജനിച്ചു വീണെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല. പക്ഷേ നിങ്ങൾ മരിക്കുന്നത് ഒരു ദരിദ്രനായിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമാണ്. വല്ലത് പിടികിട്ടിയോ പറഞ്ഞത്? നിങ്ങളോട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്, ആർക്കെങ്കിലും ഞാൻ പറഞ്ഞത് പിടികിട്ടിയോ? നിങ്ങൾ ജനിച്ചത് ഒരു ദരിദ്രനായിട്ടാണ്. ഞാനിപ്പോ രജനീകാന്തിന്റെ കഥ പറഞ്ഞ പോലെ, നിങ്ങൾ ജനിച്ചത് ഒരു ദരിദ്രനായിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ കുറ്റമല്ല. അത് ഒരുപക്ഷെ നിങ്ങളുടെ പാരന്റ്സിന്റെയോ നിങ്ങളുടെ ഫാമിലിയുടെയോ കുറ്റമായിരിക്കാം. പക്ഷേ നിങ്ങൾ മരിക്കുന്നതും ഒരു ദരിദ്രനായിട്ടാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. കാരണം അദ്ദേഹം പറഞ്ഞതാണ്, ദൈവം അവസരങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവം അവസരങ്ങൾ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. വിശാലമായ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഒരുപാട് അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. ഈ അവസരങ്ങളിലേക്ക് കടന്നു വരിക, ഈ അവസരങ്ങൾ വിനിയോഗിക്കുക. ഇത് നമ്മൾ കുറച്ചു കാലമേ നമ്മുടെ നാട്ടിലുള്ളൂ, അല്ലെ? ലോകത്ത് നമ്മൾ കുറച്ചു നാളുള്ളൂ. അല്ലാണ്ട് നമ്മൾ 100-500 വർഷമൊന്നും ജീവിച്ചിരിക്കുന്നില്ല. നമുക്ക് കൂടി അത്രയുണ്ട്, 60 വയസ്സ് 70 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് മാക്സിമം. അതിൽ കൂടുതലൊന്നും നമ്മൾ മുന്നോട്ട് പോകില്ല. അപ്പൊ ഇന്നത്തെ തലമുറ ചിലപ്പോൾ അതിലും താഴെ ആയിരിക്കും. പക്ഷെ ഈ ഉള്ള സമയം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക, നമുക്ക് ഉയരാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഉയർന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാറാ, നിങ്ങളും നിങ്ങളുടെ കുട്ടികളൊക്കെ വരുമ്പോൾ അവരൊരിക്കലും പറയരുത് ഞാനൊരു ദരിദ്ര കുടുംബത്തിലാണ് അല്ലെങ്കിൽ ഞാനൊന്നും ഇല്ലാത്തൊരു വിധത്താണ് ജനിച്ചതെന്ന് പറയരുത്. അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ നമ്മളായിട്ട് തന്നെ ഇപ്പോഴേ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ? അപ്പൊ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഏത് ഫീൽഡിലായിക്കോട്ടെ അവിടെ നിങ്ങൾ ഉയർന്നു വരണം. നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കുക. നിങ്ങൾക്ക് ഉയർന്നു വരാനുള്ള അവസരങ്ങൾ മുന്നിൽ കിടക്കുകയാണ്. ഈ അവസരങ്ങളിലേക്ക് എത്തപ്പെടുക. ഓക്കെ? ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോ എല്ലാവരോടും താങ്ക്സ്. നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിൽ ഇത് വിനിയോഗിക്കുക. ഗവൺമെന്റ് നൽകുന്ന ഈ അവസരം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ഇതിലേക്ക് കടന്നു വരേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. 9387999333 എന്ന നമ്പറിലോ 9387999333 എന്ന നമ്പറിലോ 93499933 എന്ന നമ്പറിലോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ഒരു
മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതുപോലെയുള്ള എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാം. ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. Thank you, Gigi John sir, for the valuable speech. Now let me introduce our zonal director to give a introduction, means a speech about this course. Good morning all. So I am Shruti Krishna. ഞാൻ ഇതിൻ്റെ സോണൽ ഡയറക്ടറാണ് DGITയുടെ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കോഴ്സ് പറഞ്ഞാൽ ഗവൺമെൻറ് സ്പോൺസേഡ് കോഴ്സിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് DGITO എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 15 years ആയിട്ട് ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റിൽ എസ്പെഷ്യലി ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി അതിൻ്റെ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് കോഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഈ ഇയറിൽ നമുക്ക് NSDCയുടെ അതായത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ കോഴ്സുകൾ, അതായത് സ്കിൽ ഇന്ത്യയുടെ ഭാഗമായുള്ള കോഴ്സുകളാണ്. സ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് റൂറൽ യൂത്തിൻ്റെ ഡെവലപ്മെന്റിനുള്ള കോഴ്സസ് ആണ്. നോട്ട് ഓൺലി കോഴ്സസ്, അതെന്ന് പറഞ്ഞാൽ കോഴ്സ് പ്ലസ് പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ മേടിക്കുമ്പോൾ ഹാൻഡ്സെറ്റിനൊപ്പം ചാർജർ എന്ന് പറയുന്നത് അത് ഓൾറെഡി ഉള്ള ഇൻബിൽറ്റ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഹെഡ്സെറ്റ് പോലെ പുറത്തുനിന്ന് മേടിച്ച് വെക്കേണ്ട. അതേ സെയിം കോൺസെപ്റ്റാണ് നമുക്ക് ഈ NSDC സ്കിൽ ഇന്ത്യ കോഴ്സസ് എന്ന് പറഞ്ഞാൽ. ആരാണോ കോഴ്സ് അത് ക്വാളിഫൈ ചെയ്യുന്നത് അവർക്ക് പഠിക്കുന്ന അക്കാഡമിയിൽ തന്നെ പ്ലേസ്മെന്റ് ഉണ്ടാവും. അതാണ് കോഴ്സ് പാക്കേജിന്റെ ഗുണം എന്ന് പറയുന്നത്. സോ റൂറൽ യൂത്ത് ഡെവലപ്മെന്റ് കോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ പലവിധമായ കോഴ്സ് ഉണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടതുപോലെ APL കോഴ്സ്, അതായത് വളരെ തുച്ഛമായ ഫീസിൽ ഇത്തരം ക്യാബിൻ ഗ്രൂപ്പ് പോലത്തെ കോഴ്സസ്, ഏവിയേഷൻ്റെ എയർപോർട്ട് മാനേജ്മെന്റ് പോലത്തെ കോഴ്സസ് നമുക്ക് പഠിക്കാൻ പറ്റും. അതിൽ ഈ BPL കാറ്റഗറി പോലെ പർട്ടിക്കുലർലി ഒരു കാറ്റഗറീനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സ്പോൺസേർഡ് കോഴ്സസ് അതെല്ലാമാണ് നമുക്ക് NSDCയുടെ കീഴിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു സ്കിൽ ഇന്ത്യയുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിതിൽ ആര് ഈ കോഴ്സ് ചൂസ് ചെയ്തെടുത്താലും ഇത് നിങ്ങളുടെ മാത്രം ഒരു ജോബ്, നിങ്ങൾക്കൊരു കോഴ്സ് പഠിക്കുന്നു, നിങ്ങൾക്കൊരു ജോബിൽ എത്തുന്നു, ഒരു കരിയർ കിട്ടുന്നത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഫ്യൂച്ചർ ഒരു യൂത്ത് ആ ഒരു ജനറേഷൻ്റെ കൂടി സ്ട്രെങ്തനാണ് നമ്മൾ ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നത്. സോ ഞാൻ DGITയുടെ പേരിലും അതുപോലെ NSDCയുടെ പേരിലും നിങ്ങൾ എല്ലാവരെയും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി ഈ ക്രൈറ്റീരിയ നമ്മുടെ DDU-GKOയുടെ ക്രൈറ്റീരിയ അതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രൊജക്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റട്ടെ. അതിലൂടെ നമുക്ക് പറഞ്ഞ പോലെ ഏവിയേഷനാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ കരിയറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ജോബ് നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. അതുപോലെ എനിക്ക് സബീന മിസ്സിനോട് താങ്ക്സ് പറയണം. കാരണം ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ മാം വളരെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സോ ഈ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തന്നതിന് സബീന മിസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. സോ വന്നിരിക്കുന്ന ഇപ്പോൾ ജെനിഫർ, അസ്മ ബീവി, ഇഷ്റത് സുബൈർ, ആദ്യ KJ, പുണ്യ രാജ്, എല്ലാവർക്കും തുടക്കം മുതലേ ഉള്ളവരാണ് ഇവരെല്ലാവരും. ഞാൻ വീട്ടിൽ കാണുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലത്തെ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് ഇവിടെയാണ്, MG റോഡിലാണ്, മെട്രോ പില്ലർ 667, അവിടെയാണ് എംഫിൽ ഇന്റർനാഷണൽ ഓഫീസ്. നേരിട്ട് വരാം. ഇത് പറഞ്ഞ പോലെ ഈ കോഴ്സിന് ₹1 പോലും ഫീസ് വരുന്നില്ല. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ആസ് പെർ DDU-GKO ക്വാളിഫൈ ആയിരുന്നാൽ മാത്രം മതി. എനി ടൈം നിങ്ങൾക്ക് നേരിട്ട് വരാം. മോർണിംഗ് 9 to 6 നമ്മുടെ ഓഫീസ് വർക്കിംഗ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. So now I'm ending our webinar. So I would like to thank HOD ma'am, Mrs. Sabina, for her moral support and guidance, and also our team for making our webinar as a grand success. So have a good day. Okay, so ജിജി ജോൺ സാറിന് എന്തോ ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ചാറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സാർ ഓക്കെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. APL കാർഡുകാരാണെങ്കിൽ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു കുട്ടി ചോദിച്ചിരുന്നു. ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയുകയാണ്. ഇത് BPL കാർഡുകാർക്കുള്ളൊരു പദ്ധതിയാണ്. ഗവൺമെന്റിന്റെ BPL ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. പക്ഷേ നിങ്ങൾ APL ആണ് എന്നതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ബ്ലോക്ക് ആവുന്നില്ല. നിങ്ങൾ APL ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ കുടുംബശ്രീ മെമ്പർ ആയിരിക്കണം. നിങ്ങളുടെ മദർ കുടുംബശ്രീ മെമ്പർ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ APL ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? കുടുംബശ്രീ മെമ്പർ ആണ്. സർ, ക്യാൻ യു ടേക്ക് കോഴ്സ്?
So can you talk about എന്താ question? It's a free duration ആണോ? Okay. Duration ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 months ആണ്. ഇതിന്റെ ഡ്യൂറേഷൻ വന്നിട്ട് 9 months ആണ്. ഈ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കോഴ്സ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ADD 01 എന്ന് പറയുന്ന കോഴ്സ് ക്യാബിൻ ക്രൂ ആണ്. ADD 02 എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ആണ്. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് എന്നാണ് ആ കോഴ്സിന്റെ പേര്. ADD 03 എന്ന് പറയുന്നത് ടിക്കറ്റിംഗ് സെഷൻ ആണ്. പക്ഷെ ഈ 3 കോഴ്സിൽ നിങ്ങൾ ഏത് ഫോക്കസ് ചെയ്താലും ഈ 3 കോഴ്സുകളും നിങ്ങൾ ഈ 9 monthsനുള്ളിൽ പഠിച്ചിരിക്കും. നിങ്ങൾ ക്യാബിൻ ക്രൂ ആണ് സെലക്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് ക്യാബിൻ ക്രൂ മാത്രമല്ല ക്യാബിൻ ക്രൂവും ഗ്രൗണ്ട് സ്റ്റാഫും ടിക്കറ്റിംഗ് സെഷനും ആകാനുള്ള ട്രെയിനിങ്ങും കോഴ്സും നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇതിലേക്കും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ജോബ് ഇപ്പൊ ക്യാബിൻ ക്രൂ എടുത്തു എന്നതുകൊണ്ട് നിങ്ങൾ ക്യാബിൻ ക്രൂ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് ആവണമെങ്കിൽ പോകാം, ടിക്കറ്റിംഗ് സെഷനിലേക്ക് പോകാം. അപ്പൊ ഏത് സെഷനിലേക്കും പോകാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇത് ചെയ്യണമെങ്കിൽ ഞാൻ അതിന്റെ ആൻസർ തരുന്നതായിരിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തരാം. ഒരു 5-10 മിനിറ്റ് കൂടി സമയം തരാം. പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം, അതിന്റെ ആൻസർ തരുന്നതായിരിക്കും. വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഏജ് ലിമിറ്റ്. ഓക്കെ, ഒരാൾ ഏജ് ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തുടങ്ങി 27 വയസ്സ് വരെയാണ്. 18:35 DDU-GKVയുടെ ടൈം പറയുന്നത്. പക്ഷേ ഏവിയേഷൻ ഫീൽഡിൽ നമ്മൾ ജോബും കൂടി നോക്കുമ്പോൾ 18 വയസ്സിനും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് ഇത് ചെയ്യാൻ സാധിക്കുക. അത് ഇപ്പോ 360 സീറ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ കേട്ടോ. 360 സീറ്റാണ് നമുക്കുള്ളത്. 360 സീറ്റില് 70 സീറ്റാണ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫെബ്രുവരി 15 തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിന്റെ അകത്ത് വന്നിട്ട് 18 പേർക്ക് SC സ്റ്റുഡൻസിനും 3 പേർക്ക് ST സ്റ്റുഡൻസിനും ക്രിസ്ത്യൻ മുസ്ലിം കാറ്റഗറിയിൽ 42 പേർക്കും ബാക്കി 10% 7 പേർക്ക് ഹിന്ദു ഇതിൽപ്പെടുന്ന കുട്ടികൾക്കുമാണ് ചാൻസ് ഉള്ളത്. ക്വാളിഫിക്കേഷൻ +2 പാസ്സായിരുന്നാൽ മതി. +2 പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ്. ക്ലാസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് തീർച്ചയായും റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് പാലാരിവട്ടത്ത് ഗവൺമെന്റിന്റെ തന്നെ ഹോസ്റ്റൽസ് ഫെസിലിറ്റി ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് താമസിച്ച് പഠിക്കാം. അതിന്റെ മുകളിൽ തന്നെയായിട്ടാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. രാവിലെ 8:30 തുടങ്ങി. അഡീഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹിന്ദി ഉൾപ്പെടെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ ലാംഗ്വേജസ് ആയിട്ട് ഏതെങ്കിലും ലാംഗ്വേജസ് കൂടി പഠിപ്പിക്കും. നേരത്തെ ഇറ്റലി, ജർമ്മനി ഒക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏതെങ്കിലും ചൂസ് ആയിട്ടുള്ള ലാംഗ്വേജ് പഠിപ്പിക്കുന്നതായിരിക്കും. രാവിലെ 8:30 തുടങ്ങി വൈകിട്ട് 5:30 വരെയാണ് ക്ലാസ് ടൈം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കഴിഞ്ഞ 17-ാം തീയതി, അതായത് ജനുവരി 17-ാം തീയതി ഇതിന്റെ ക്ലാസ് ഓപ്പണിംഗ് ആയി. 9387999333 9349 ഉണ്ട്, 49333 ഈ 2 നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചോദിക്കാം. നമുക്കിത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചോദിക്കാവുന്നതാണ്. കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ടഡ് ആയി. നമുക്ക് 360 സീറ്റ് ഉണ്ട്. അപ്പോ ഇപ്പൊ ഒരു ഫെബ്രുവരിയിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അയോട്ട കോഴ്സ് ഇതിനകത്ത് വരുന്നില്ല. അയോട്ട കോഴ്സ് പഠിക്കാനുള്ള സൗകര്യം വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. നമുക്ക് എല്ലാ കോഴ്സുകളുണ്ട്. നിങ്ങൾ aimfil.in എന്നുള്ള സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കോഴ്സുകളാണ്, NSDCയുടെ കോഴ്സുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആണ്. aimfil.in. യെസ്, ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കിടപ്പുണ്ട്.